നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? MLA-മാരുടെ ജീവന് കൂടുതൽ വില, മന്ത്രിമാരുടെ ജീവന് കൂടുതൽ വില, MLA-മാരും മന്ത്രിമാരും സർക്കാർ ഹോസ്പിറ്റൽസിൽ മാത്രമേ പോകാൻ പാടുള്ളൂ, ചികിത്സിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം നമ്മുടെ നാട്ടിൽ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരുടെ ജീവനും ഒരു വിലയല്ലേ? നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വളരെ മോശം അഭിപ്രായം എന്തായാലും ഉണ്ടാവില്ല, അതിപ്പോൾ ആർക്കും ഉണ്ടാവില്ല. LDF സർക്കാരിന്റെ കാലത്തായാലും UDF സർക്കാരിന്റെ കാലത്തായാലും നമുക്ക് കാലാകാലങ്ങളിൽ വരുത്തേണ്ട മാറ്റം എല്ലാ സർക്കാരുകളും ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ പല ജനറൽ ഹോസ്പിറ്റലുകളിലും ഹെൽത്ത് സെന്ററുകളിലൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിസഭയിലുള്ളവരും രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖരും അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളിലല്ല പോകാറ്. ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയാം. മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഒരു അസുഖമുണ്ട്. എനിക്ക് പേഴ്സണലി മറ്റു പലർക്കും അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം. കാരണം എൻ്റെ 1-2 സുഹൃത്തുക്കൾ പുറത്തുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് ചെല്ലുമ്പോഴുള്ള കുറച്ച് വിവരങ്ങൾ അവർക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഇവിടെ ചികിത്സിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണെങ്കിലും നമുക്കങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഏതൊരാൾക്കും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം, ഒരു പാളിച്ചയും പറ്റാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹവും വിശ്വാസവും വിശ്വാസക്കുറവും ഒക്കെ ഉണ്ടാവും. അതിപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ഹോസ്പിറ്റൽസിലായാലും നമുക്ക് അങ്ങനെ വിശ്വാസമുള്ള ഹോസ്പിറ്റൽസിൽ തന്നെ നമ്മൾ പോകാറുള്ളൂ. പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിലെ പുതിയ TVK സർക്കാരുണ്ടല്ലോ, തലൈവർ ദളപതി വിജയ് അവരുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ, അവിടുത്തെ ആരോഗ്യമന്ത്രി ശ്രീ അരുൺ രാജ് ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? MLA-മാരും മന്ത്രിമാരും സർക്കാർ ഹോസ്പിറ്റലുകളിലല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സ തേടാൻ പാടില്ല. എങ്ങനെയുണ്ട് നിയമം? ഒരു കണക്കിന് അത് വേണം. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഈ MLA-മാർക്കും മന്ത്രിമാർക്കൊക്കെ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അനുവദിക്കപ്പെടുന്ന കുറച്ച് ഫണ്ടുകളുണ്ട്. ഈ ഫണ്ട്സ് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാലല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ അസുഖം എല്ലാവർക്കും വരണമെന്നുമില്ലല്ലോ. ഈ അനുവദിക്കപ്പെട്ട ഫണ്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പല പരിപാടികളും ചെയ്യുന്നവരും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കണ്ണടച്ച് വിടും. ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്കും കൂടി കുറച്ച് ഗുണമുണ്ട്. കുറച്ചല്ല, വളരെയധികം. ഇപ്പോൾ ഉള്ള സൗകര്യങ്ങളെക്കാൾ സർക്കാർ ആശുപത്രികൾ ഒരുപാട് മെച്ചപ്പെടും. ഈ MLA-മാരും മന്ത്രിമാരും ഒക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ വന്ന് ചികിത്സിക്കേണ്ട സർക്കാർ ഹോസ്പിറ്റൽസ് ആയതുകൊണ്ട് ഇപ്പോൾ ഉള്ള സൗകര്യങ്ങൾ പോരാതെ വരും. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും അതൊരു ഗുണമാണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിയമം MLA-മാരും മന്ത്രിമാരും സർക്കാർ ഹോസ്പിറ്റൽസിൽ മാത്രമേ പോകാൻ പാടുള്ളൂ, ചികിത്സിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? പറ്റണമല്ലോ. എല്ലാവരുടെ ജീവനും ഒരു വിലയല്ലേ? മന്ത്രിമാരുടെ ജീവന് കൂടുതൽ വില, MLA-മാരുടെ ജീവന് കൂടുതൽ വില, പാവപ്പെട്ടവന് ഒരു വിലയില്ല, പണക്കാരുടെ ഭയങ്കര വില. എല്ലാവർക്കും ഒരു വോട്ടല്ലേ? അപ്പൊ പിന്നെ എല്ലാവരെയും ഒരേ രീതിയിൽ പരിഗണിക്കണ്ടേ? അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കേണ്ട ഒരു നിയമമാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം?